ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നിത്യമല്ലിക്ക് എന്തൊക്കെ വളമാണ് ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് നോക്കാം. ഇതിൽ ഓൾറെഡി ഒരു 15 ദിവസം മുമ്പ് ഇട്ട് കൊടുത്തിരിക്കുന്ന വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പച്ചക്കറി വേസ്റ്റിൻ്റെ വളം അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിലൊരു മണ്ണിരയൊക്കെ ഉണ്ട്, ഒന്നല്ല അതിൽ കൂടുതൽ കാണും അതിൻ്റെ അകത്ത്. പിന്നെ ഞാൻ ഇത്തിരി എപ്സം സോൾട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ബോൺ മീലും കൂടെ അതിൽ ആഡ് ചെയ്തു, അതായത് എല്ലുപൊടിയും കൂടെ ആഡ് ചെയ്തു. നമ്മളതൊന്ന് തിരിച്ച് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയൊരു 15 ദിവസം കൂടെ കഴിയുമ്പോൾ ഞാൻ കടലപ്പിണ്ണാക്കിൻ്റെ ഉണ്ടാക്കി വെച്ചതും ഇട്ട് കൊടുക്കും. ഇതാണ്ടോ പൂക്കൾ ഇഷ്ടംമാരെ ഉണ്ടാകുന്നുണ്ട്. നിത്യമല്ലി നല്ല സ്മെല്ലാണിതിന്, നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇതാ ചെടിയുടെ ടെറസിലേക്ക് പടർത്തിയ ഭാഗത്ത് ഉണ്ടായിരുന്ന പൂക്കളാണ്. മുട്ടുകൾ ഇഷ്ടംമാരെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അതുകൂടാതെ മറ്റ് സൈഡുകളിലൊക്കെ ഉണ്ട് ഇതിൻ്റെ മുട്ടുകൾ. കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ മുട്ടുകളാണ്, നിറച്ചുണ്ടാവും. നമ്മൾ കറക്റ്റായിട്ട് അത് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് പൂക്കളുണ്ടാവും. ഇപ്പോൾ വളം എപ്പോഴും ഇടണമെന്നൊന്നുമില്ല, ഇതിൽ നിറച്ച് നിത്യമല്ലിയല്ലേ, അപ്പോൾ നിത്യവും ഉണ്ടാവുന്ന ഒരു പൂവാണ്. നല്ല വെയിലുണ്ടെങ്കിൽ ഇഷ്ടമാതിരി പൂക്കും. ഇത് അന്ന് ഞാൻ നട്ട പിച്ചിപ്പൂവാണ്, അത് നിറച്ച് മുട്ടിട്ടു. എല്ലാ ഇലകളുടെ ശാഖയിലും ഓരോരോ മുട്ടെങ്കിലും ഉണ്ടതിൽ. അപ്പോൾ ഇതൊരു ചെറിയ ചെടിയായിട്ട് പോലും ഇത്രയും മുട്ട് ഇതിനുണ്ട്. നല്ല മണവുമാണ് ഇതിനും. അപ്പോൾ അതെ കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് കണ്ടോ, ഇതെല്ലാം പൂക്കളാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.